പി അൻവർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയ വിവേകമില്ലായ്മ കൊണ്ട് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ തീരുമാനവും മുന്നോട്ടു പോക്കും വിവേകമില്ലായ്മയാണ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതെയായി മാറുവാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഹല്ലേലൂയ ന്യൂസിലേക്ക് സ്വാഗതം. യാത്രയ്ക്കിടയിലിൻ്റെ പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. നിലമ്പൂരിൽ നടക്കുന്ന ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രേക്ഷകരിലും സ്നേഹിതരിലും പലരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിലമ്പൂരിനെ കുറിച്ച് ഒന്നും പറയാത്തത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. സത്യത്തിൽ സാംകുട്ടി ചാക്കോ നിലമ്പൂർ എന്ന എൻ്റെ പേരിൽ നിലമ്പൂരുണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞ 40 വർഷമായി നിലമ്പൂരിലല്ല താമസിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ വളരെ ചെറിയൊരു കാലഘട്ടം മാത്രമാണ് നിലമ്പൂരിൽ പാർത്തത്. എന്നാൽ ഞാൻ എഴുതി തുടങ്ങിയ കാലത്ത് നിലമ്പൂരിലായിരുന്നതുകൊണ്ട് എൻ്റെ പേരിൽ സാംകുട്ടി ചാക്കോ നിലമ്പൂർ എന്ന് ചേർത്തു. നിലമ്പൂരുമായി ബന്ധം വിട്ടുകഴിഞ്ഞും ഞാൻ ആ പേര് മാറ്റിയില്ല എന്നുള്ളതേ ഉള്ളൂ. നിലമ്പൂരുകാരനാണെന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവുമുണ്ട്. വളരെ പ്രത്യേകതകളുള്ള ഒരു നാടാണ് നിലമ്പൂർ. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. തിരഞ്ഞെടുപ്പാണല്ലോ നമ്മളുടെ വിഷയം. 1987 തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത്. അത് നിലമ്പൂരിലാണ്. അന്ന് TK ഹംസയാണ് അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന. കുടമടയാളത്തിലാണ് അദ്ദേഹം മത്സരിച്ചത്. ഞാനത് ഓർക്കുന്നുണ്ട്. പൊതുവെ പെന്തക്കോസ് സമൂഹം കോൺഗ്രസ് അനുഭാവികളാണ്. അപ്പോൾ തന്നെ ഓർക്കണം, പെന്തക്കോസ് സമൂഹം കാര്യമായ രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു സമൂഹമല്ല. രാഷ്ട്രീയ പ്രവർത്തകരായി പെന്തക്കോസ്തിൽ നിന്ന് അധികം ആളുകളില്ല. അതിന് അപവാദമായി ഒരാളുള്ളത് മലപ്പുറം ജില്ലാ DCC പ്രസിഡന്റും നിലമ്പൂർ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന VS ജോയിയാണ്. ജോയി ഒരു TPM വിശ്വാസിയാണ്. എല്ലാ പെന്തക്കോസ്ത് സഭകളും അദ്ദേഹത്തോട് താല്പര്യമുള്ളവരാണ്. അദ്ദേഹം എല്ലാവരുമായി സഹകരിക്കുന്ന വ്യക്തിയുമാണ്. ആ നിലയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പെന്തക്കോസ്ത് ലീഡർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളതിൽ പ്രധാനപ്പെട്ടയാൾ ജോയിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. മറ്റു ചിലരുമുണ്ട്, ഞാൻ അവരെയൊന്നും മറന്നിട്ടല്ല പറയുന്നത്. എങ്കിലും പ്രമുഖമായ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി ജോയി മാത്രമായതിനാൽ അങ്ങനെ പറഞ്ഞുവെന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് പെന്തക്കോസ്തുകാർ രാഷ്ട്രീയ പ്രവർത്തനത്തോടെ വിമുഖത കാണിക്കുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പെന്തക്കോസ്ത് വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പെന്തക്കോസ്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം വേർപാടാണ്. വേർപാടെന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും വേർപെട്ട ഒരു ജീവിതം നയിക്കുക. പ്രത്യേകിച്ച് ഇത് നമ്മുടെ ഒരു താൽക്കാലിക ഷെൽട്ടർ മാത്രമാണ്, താൽക്കാലികമായ ഇടം മാത്രമാണ്. നിത്യമായ ഒരു രാജ്യം നമുക്കുണ്ട്, നാം അവിടേക്ക് പോകേണ്ടവരാണ്. അപ്പോൾ ഇവിടെ ആത്മീയ ചിന്തകളോടുകൂടെയുള്ള ഒരു ജീവിതം നയിക്കുക, വേർപാട് അനുഷ്ഠിക്കുക, ഇങ്ങനെയുള്ള ചില ആശയങ്ങൾ തുടക്കം മുതൽ പെന്തക്കോസ്തിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിലപാടുകൾ എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമകാലിക രാഷ്ട്രീയ പാർട്ടികളിൽ മറ്റുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനോ അവർ പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കുവാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതോടൊപ്പം തൻ്റെ ആത്മീയ ജീവിതം തടസ്സമില്ലാതെ കൊണ്ടുപോവുകയും ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് പെന്തക്കോസ്ത് വിശ്വാസികൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് എപ്പോഴും ശ്രമിക്കാറ്. മാത്രവുമല്ല, പെന്തക്കോസ്ത് സഭാ നേതാക്കളും പ്രസംഗകരും ആത്മീയ ചിന്തകരുമൊക്കെ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്താറുമുണ്ടായിരുന്നു ഒരു കാലഘട്ടം വരെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹം വലതുപക്ഷ, പ്രത്യേകിച്ച് കോൺഗ്രസ് അനുഭാവികളായിരുന്നു ബഹുഭൂരിപക്ഷം. എന്നാൽ സമീപകാലത്ത് ഏകദേശം കഴിഞ്ഞ ഒരു 25 വർഷത്തിനിടയിൽ വലിയ ഒരു മാറ്റമുണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ അനുഭാവികളായ ധാരാളം ആളുകൾ ഇപ്പോൾ പെന്തക്കോസ്ത് സമൂഹത്തിലുണ്ട്. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന നല്ലൊരു വിഭാഗം ആളുകൾ പെന്തക്കോസ്തിലുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാറ്റം പെന്തക്കോസ്തിൽ ഉണ്ടായത്? എന്തുകൊണ്ട് കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തോട് ചേർന്ന് നടക്കുവാൻ നല്ലൊരു പങ്ക് ആളുകൾ തയ്യാറായി? ഇത് ചിന്തിക്കുമ്പോൾ ഇതിൽ ഹല്ലേലൂയ പത്രത്തിന്, അതായത് ഞാൻ 30 വർഷം മുൻപ് ആരംഭിച്ച ഹല്ലേലൂയ എന്ന് പറയുന്ന പത്രത്തിന് ഒരു ചെറിയ റോളുണ്ട്. ആ കാര്യം ഒന്ന് ഓർപ്പിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതുന്നു. പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ. പെന്തക്കോസ്ത് ആശയങ്ങളുമായിട്ട് യാതൊരു കാരണവശാലും യോജിച്ചു പോകാത്ത ഒരു വിശ്വാസ സംഹിതയാണ് കമ്മ്യൂണിസത്തിൻ്റേത്. ആശയപരമായി ഒരിക്കലും യോജിക്കുവാൻ പറ്റാത്ത
രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ടാശയങ്ങൾ. എന്നിട്ടും എങ്ങനെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് പെന്തക്കോസ്ത് സമൂഹത്തിന് സഹകരിക്കുവാൻ സാധിക്കുന്നു? അതായത് ലോകത്തിൽ എവിടെയൊക്കെ കമ്മ്യൂണിസം ഭരണത്തിലുണ്ടോ അവിടെയൊന്നും മതവിശ്വാസത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. നമുക്കറിയാവുന്ന ചൈന ഒരു പൂർണ്ണ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് നമുക്കിപ്പോഴും പറയുവാനൊക്കില്ല. എങ്കിൽ പോലും അവിടെ ബൈബിൾ കൊണ്ട് നടക്കുവാനോ സുവിശേഷം പ്രസംഗിക്കാനോ സ്വതന്ത്രമായി ആരാധനയ്ക്ക് പോകുവാനോ ഒന്നുമുള്ള സ്വാതന്ത്ര്യം കാര്യമായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മതപരമായ ചടങ്ങുകളെയും ആരാധനകളെയും പ്രാർത്ഥനകളെയും ഒക്കെ എതിർക്കുവാനാണ് എല്ലാ കാലത്തും കമ്മ്യൂണിസം ശ്രമിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും വിശ്വാസത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും കമ്മ്യൂണിസവും പെന്തക്കോസ്തും അല്ലെ ക്രിസ്തീയ വിശ്വാസവുമായിട്ട് ചേർന്ന് പോകുവാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഹാലലിയ പത്രത്തെ പോലെയുള്ള മാധ്യമങ്ങളും എന്നെ പോലെയുള്ള ആളുകളും ഇടതുപക്ഷത്തെ ചില കാലങ്ങളിലെങ്കിലും സപ്പോർട്ട് ചെയ്തു? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണത്തിലേക്കാണ് ഞാൻ വരുന്നത്. കേരളത്തിൻ്റെ സവിശേഷമായ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു സാധാരണ ഇവിടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ ക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടി, അതിനപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്ന, അതിനുവേണ്ടി തീവ്രമായി നിലകൊള്ളുന്ന ഒരു പാർട്ടിയായിട്ട് ഞാൻ ഒരു കാലത്തും കേരളത്തിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന CPM-നെയോ CPI-യെയോ കണ്ടിട്ടില്ല. കാരണം അവർക്ക് അങ്ങനെ പ്രവർത്തിക്കുവാൻ ഇന്ത്യൻ സാഹചര്യത്തിൽ സാധിക്കത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, പെന്തക്കോസ്ത് സമൂഹം എങ്ങനെ ഇടതുപക്ഷത്തോട് ചേർന്ന് നടക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ്. ഞാനത് പറയുമ്പോൾ 100% പെന്തക്കോസ്തുകാരും ഇടതുപക്ഷത്തോട് ചേർന്ന് നടന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു 25%, 30% ആളുകൾ ഇടതുപക്ഷ അനുഭാവികളായി മാറിയത് എങ്ങനെയെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 1990കളുടെ പകുതി അന്ന് AK ആൻ്റണിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ UDF ഭരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ RSSകാർ, ഹിന്ദു തീവ്രവാദികൾ ക്രിസ്തീയ ആരാധനകൾക്കെതിരെ, കൺവെൻഷനുകൾക്കെതിരെയൊക്കെ വലിയ ആക്രമണം അഴിച്ചുവിട്ടു. വ്യാപകമായ ആക്രമണങ്ങൾ. പത്തനംതിട്ട ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ RSS ആക്രമണങ്ങൾ നടന്നു. ആ കൂട്ടത്തിൽ ഇരവിപേരൂരിൽ വെച്ച്, അതായത് കുമ്പനാടിന് തൊട്ടടുത്തുള്ള ഇരവിപേരൂരിൽ വെച്ച് ക്യാപ്റ്റൻ ശാമുവേൽ എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രസംഗകൻ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. മാത്രവുമല്ല, അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന കൺവെൻഷൻ അലങ്കോലമാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആൻ്റണിയുടെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അദ്ദേഹത്തെ ജയിലിൽ നിന്ന് ഇറക്കാൻ പോയതൊക്കെ ഞാനും കൂടെ ഉൾപ്പെടെയാണ്. ആ കഥയൊക്കെ പിന്നീട് ഒരിക്കൽ പറയാം. എന്നാൽ അതുപോലെ തന്നെ കുമ്പഴയിൽ ആക്രമണമുണ്ടായി. മറ്റൊരിടത്ത് ആറന്മുളയിൽ ഒരു മർത്തോമ്മ കൺവെൻഷനിൽ ആക്രമണമുണ്ടായി. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഈ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ അന്ന് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന UDF ഗവൺമെൻറ്, പ്രത്യേകിച്ച് AK ആൻ്റണിയുടെ പോലീസ് ആക്രമിക്കുന്നവർക്ക് അനുകൂലമായ നിലപാടെടുത്തതാണ് എല്ലാ സ്ഥലങ്ങളിലും കണ്ടത്. എന്നാൽ ഇത്തരം ആക്രമണങ്ങളുണ്ടായ എല്ലായിടത്തേക്കും ഓടിയെത്തിയത് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാണ്. പ്രത്യേകിച്ച് അന്ന് ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന EK നായനാരാണ്. അദ്ദേഹം ആറന്മുളയിൽ വന്ന് നടത്തിയ പ്രസംഗം കോരിത്തെരിപ്പിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു. സോഷ്യൽ മീഡിയ ഒന്നുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഹാലലിയ പോലുള്ള ചെറിയ പത്രങ്ങളൊക്കെയാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും നായനാരുടെ പ്രസംഗവും അദ്ദേഹം ആശുപത്രിയിൽ വന്ന് ആക്രമിക്കപ്പെട്ടവരെ കണ്ടതുമൊക്കെ വ്യാപകമായ നിലയിൽ ക്രൈസ്തവരുടെ ഇടയിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് വിശ്വാസികളുടെ ഇടയിൽ EK നായനാരോട് താല്പര്യം ജനിക്കുവാനും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുവാനും ഒരു കാരണമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇരിക്കെയാണ് 1996 ഏപ്രിൽ മാസത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹം എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നറിയാനായി ഹാലലിയ പത്രം ഒരു സർവേ നടത്തി എന്ന് പറയുമ്പോൾ ഇന്നത്തെ നിലയിലുള്ള
എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചോ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ചുള്ള ഒരു സർവേ ഒന്നുമല്ല. കുറേ ആളുകളെ ഫോൺ വിളിച്ച് ചോദിച്ചു, ചില സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത ആളുകളോട് നേരിട്ട് സംസാരിച്ചു. ഇങ്ങനെയൊക്കെ ഒരു ഏകദേശ ധാരണ എന്താണ് പെന്തക്കോസ്ത് വിശ്വാസികൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കണ്ടെത്തുവാൻ ഒരു ശ്രമം നടത്തി. അത് പൂർണ്ണമായും ശരിയാണെന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു ശ്രമം നടത്തുകയും അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ള നിലയിൽ പെന്തക്കോസ്തർ ഇടതുപക്ഷത്തേക്ക് എന്ന പേരിൽ ഹല്ലേലൂയ ഒരു ലീഡ് ന്യൂസ് കൊടുത്തു. ഓർക്കണം, പെന്തക്കോസ്ത് സമൂഹം ദീർഘവർഷങ്ങളായി കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഹല്ലേലൂയ പത്രം ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതും വാർത്ത പ്രസിദ്ധീകരിക്കുന്നതും. അങ്ങനെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ച പത്രം, അന്ന് ഹല്ലേലൂയയ്ക്ക് അധികം കോപ്പിയൊന്നുമില്ല, വെറും 3000 കോപ്പി മാത്രമാണ്. ഹല്ലേലൂയയുടെ തുടക്ക കാലഘട്ടമാണ് ഞങ്ങൾ പ്രിന്റ് ചെയ്യുന്നത്. ആ പത്രം പ്രിന്റ് ചെയ്ത് വരിക്കാർക്കെല്ലാം അയച്ചു. അങ്ങനെ ഇരിക്കെ നിലമ്പൂരിൽ അന്ന് സ്ഥാനാർത്ഥിയായിരിക്കുന്നത് ചുങ്കത്തറ മാർത്തോമ്മ കോളേജിലെ പ്രൊഫസറായിരിക്കുന്ന തോമസ് മാത്യു സാറാണ്. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ഹല്ലേലൂയ പത്രത്തിൻ്റെ ഒരു 5000 കോപ്പി പ്രിന്റ് ചെയ്ത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ നിലമ്പൂരിലെ എല്ലാ പള്ളികളിലും എല്ലാ സഭാ ഹാളുകളിലും ഈ പത്രത്തിൻ്റെ കോപ്പികൾ എത്തിച്ചു. ആര്യാടൻ മുഹമ്മദിനെതിരെ തോമസ് മാത്യു സാർ ശക്തമായ ഒരു പോരാട്ടമാണ് നടത്തിയത്. ആ മത്സരത്തിൽ അവിടെയുള്ള കുടിയേറ്റ ക്രൈസ്തവരുടെ ഇടയിൽ തോമസ് മാത്യുവിന് അനുകൂലമായി ജനത്തെ ചിന്തിപ്പിക്കുവാൻ ഹല്ലേലൂയ പത്രം ഒരു പ്രേരണയായി മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന് അവിടെ വിജയിക്കുവാൻ സാധിച്ചില്ല, എങ്കിൽ പോലും നല്ല പോലെ വോട്ട് പിടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അവിടെ വിതരണം ചെയ്യപ്പെട്ട ഈ പത്രത്തിൻ്റെ ചില കോപ്പികൾ മറ്റു മണ്ഡലങ്ങളിലുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തകരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിലെ പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെ പല സ്ഥാനാർത്ഥികളും ഈ പത്രത്തിൻ്റെ കോപ്പികൾ വേണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ ആവശ്യപ്പെട്ട പലർക്കും 2000, 3000, 1000 ഒക്കെ കോപ്പികൾ പിന്നീട് ഞങ്ങൾ പ്രിന്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പത്രം ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത് ഒരു അപകടകരമായ കാര്യമായിട്ട് തോന്നിയ ഒരു ചെറിയ ഭയം എൻ്റെ ഉള്ളിലുണ്ടായി. കാരണം ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഞാൻ തയ്യാറാക്കിയ ഒരു പത്രമോ ആ ഉദ്ദേശത്തിലോ അങ്ങനെ ഇത് ആളുകൾ കൂടുതൽ പ്രിന്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നോ എന്നൊന്നും ചിന്തിച്ച് ചെയ്ത ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ആ വാർത്ത ചെയ്തു, അതിനിങ്ങനെ വ്യാപകമായൊരു പ്രചാരം ലഭിച്ചു. അപ്പോൾ പിന്നീട് ഇടതുപക്ഷ പ്രവർത്തകർ വന്നപ്പോൾ ഞാൻ ഈ പത്രത്തിൻ്റെ പ്രിന്റ് ചെയ്യുന്നതിന് അന്നൊക്കെ ഇത് ഫിലിമാക്കി അതിൻ്റെ പ്ലേറ്റ് എടുത്ത് ഒക്കെയാണ് പ്രിൻറ്റിങ് നടത്തുന്നത്. ഞാൻ ഈ ഫിലിം അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഞാനായിട്ട് ഇത് പ്രിന്റ് ചെയ്ത് തരുന്നില്ല, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇന്ന പ്രസ്സിലാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി പ്രിന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവരെത്ര കോപ്പി പ്രിന്റ് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും കേരളത്തിലെ പെന്തക്കോസ്ത് വീടുകളിലെല്ലാം ഇതിൻ്റെ ഓരോ കോപ്പികളെങ്കിലും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇലക്ഷൻ കഴിഞ്ഞു. വളരെ അപ്രതീക്ഷിതമായി നായനാരുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം അവർ പോലും പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു വിജയം നേടി. ആ വിജയം നേടിക്കഴിഞ്ഞപ്പോൾ നായനാർ ആദ്യം നടത്തിയ പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇതുവരെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത പെന്തക്കോസ്തുകാർ വരെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം വോട്ട് ചെയ്തു എന്നാണ്. അദ്ദേഹം പറഞ്ഞ ആ വാചകങ്ങൾ അതുപോലെ തന്നെ മലയാള മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു ബോക്സ് ഐറ്റമായിട്ട് അന്ന് പ്രിന്റ് ചെയ്ത് വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഏതായാലും ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കോട്ടയത്തെ TK രാമകൃഷ്ണൻ സാറ് അന്ന് പാർട്ടിയുടെ നേതാവാണ്, പിന്നീട് അദ്ദേഹം മന്ത്രിയാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ പാർട്ടി ഓഫീസിലേക്ക് വിളിക്കുകയും നന്ദി പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ആ ബന്ധങ്ങളൊന്നും നിലനിർത്തുവാനോ രാഷ്ട്രീയമായ ആ ബന്ധങ്ങളിലൂടെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുവാനോ അവരുടെ സഹായങ്ങൾ തേടി പോകുവാനോ അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുവാനോ ഒന്നും പിന്നീട് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ താല്പര്യങ്ങളോ ഒരു പാർട്ടിയോ ഏതെങ്കിലും ഒരു പാർട്ടിയോട് പ്രത്യേക അനുഭാവമോ അന്നോ ഇന്നോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഇന്നും ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കുന്നു. അതാത് സാഹചര്യങ്ങളിൽ എൻ്റെ സമൂഹത്തിന് ഏത് പാർട്ടിയാണ് ഗുണകരമായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ് ഗുണകരമായി നിൽക്കുന്നത് എന്ന് നോക്കി മാത്രം വോട്ട് ചെയ്യുന്ന, നാടിന് നന്മയായിട്ടുള്ളത് ആരാണ് എന്ന് നോക്കി മാത്രം വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വോട്ട് ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്താറില്ല. നാട്ടിലുള്ള സമയത്താണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോയി വോട്ട് ചെയ്യാറുമുണ്ട്. ഇനി നിലമ്പൂരിലേക്ക് മടങ്ങി വരാം.
നിലമ്പൂരിലെ ഇലക്ഷൻ നടക്കുകയാണിപ്പോൾ. PV അൻവർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയ വിവേകമില്ലായ്മ കൊണ്ട് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ ശക്തിയില്ലാത്ത, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണത്തെ അട്ടിമറിക്കുവാനോ പുതിയൊരു ഭരണം കൊണ്ടുവരുവാനോ ഒന്നും സാധ്യതയില്ലാത്ത കുറച്ചു കാലത്തേക്ക് മാത്രമുള്ള ഒരു ഇലക്ഷൻ. അപ്പോൾ അതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ തന്നെ ഇവിടുത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ PV അൻവറിനെ പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ മാധ്യമങ്ങൾ അവർക്ക് നൽകുന്ന അമിതമായ പ്രാധാന്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാ ദിവസവും ജനത്തിന് കൊടുക്കുവാൻ എന്തെങ്കിലും മാധ്യമങ്ങൾക്ക് വേണമല്ലോ. തന്നെയുമല്ല, വളരെ ടെൻഷൻ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്പമൊന്ന് റിലാക്സ് ചെയ്യുവാൻ ലഭിക്കുന്നത് രാഷ്ട്രീയ പ്രബുദ്ധരാണെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയം, അതിൻ്റെ ചർച്ചകൾ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള കാര്യമായതുകൊണ്ട് ഇത്തരം കഥാപാത്രങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ വന്ന ഒരാളാണ് PV അൻവർ. അദ്ദേഹത്തിൻ്റെ നിലപാടുകളുണ്ട്. ഇന്ന് രാവിലെ പറയുന്ന നിലപാടായിരിക്കില്ല വൈകിട്ടെന്നുള്ളതേ ഉള്ളൂ. എങ്കിലും അദ്ദേഹത്തിൻ്റെതായ ചില രീതികളും ഒക്കെ ഉണ്ട്. നിലമ്പൂരിൽ അദ്ദേഹം അവിടെയുള്ള പെന്തക്കോസ്ത് വിശ്വാസികളിൽ പലരുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം MLA ആയിരുന്ന കാലഘട്ടത്തിലെല്ലാം അവരെന്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ചെയ്യാവുന്ന സഹായമൊക്കെ അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചൊരു ദോഷവും ആ നിലയിൽ ഒരു MLA എന്നുള്ള നിലയിൽ ആ നാട്ടിലെ ആളുകൾ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ തീരുമാനവും മുന്നോട്ട് പോക്കും വിവേകമില്ലായ്മയാണ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതെയായി മാറുവാനുള്ള സാധ്യതയാണ് ഞാൻ വലിയ രാഷ്ട്രീയ നിരീക്ഷകനൊന്നും അല്ലെങ്കിലും മുന്നിൽ കാണുന്നത്. മറ്റ് രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, ഒന്ന് സ്വരാജും അടുത്തത് ആര്യാടൻ ഷൗക്കത്തുമാണ്. ഇവർ രണ്ടുപേരും മോശക്കാരായ സ്ഥാനാർത്ഥികളൊന്നുമില്ല, അവരെക്കുറിച്ച് കുറ്റം പറയുവാൻ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് അവരുടേതായ പ്രവർത്തന മേഖലകളിൽ അവരുടെ മികവ് തെളിയിച്ചിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ മണ്ഡലത്തിലെ നിലമ്പൂരിൻ്റെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അദ്ദേഹം വലിയ നിലയിൽ, നല്ല നിലയിൽ അവിടെ പ്രവർത്തനം കാഴ്ചവെച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്നുള്ള നിലയിലും ആഴത്തിൽ വേരുകളുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് ഇടതുപക്ഷത്തെ ഏറ്റവും ശക്തനായ വളർന്നു വരുന്ന ലീഡേഴ്സിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു ബുദ്ധിജീവിയുടെ പരിവേഷമുണ്ട്. സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏറ്റവും നല്ല പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. നിലപാടുകൾ തുറന്നു പറയുവാൻ നല്ല പ്രസംഗകനാണ്, നന്നായി പറയുവാൻ സാധിക്കും. മാധ്യമ ചർച്ചകളിലൊക്കെ തൻ്റെ നിലപാടുകൾ വളരെ ഭംഗിയായി അവതരിപ്പിക്കുവാൻ കഴിവുള്ള വ്യക്തിയാണ്. കേരള നിയമസഭയിൽ സ്വരാജിനെ പോലെ ഒരാൾ എത്തുന്നത് കേരളത്തിന് തന്നെ നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പാലസ്തീൻ അനുകൂല നിലപാടുകളോട് വിയോജിപ്പുള്ള ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്, നിലമ്പൂരിലുണ്ട് എന്നുള്ള കാര്യവും ഞാൻ മറന്നു പോകുന്നില്ല. അത് അദ്ദേഹത്തിന് ഏത് നിലയിൽ പ്രയോജനപ്പെടും, ഏത് നിലയിൽ ദോഷമാകുമെന്നുള്ളതൊക്കെ ഇലക്ഷൻ കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തായിരുന്നാലും അദ്ദേഹം ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ്, ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം വന്നതുകൊണ്ടാണ്, അദ്ദേഹം സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് ഈ ഇലക്ഷൻ ഇത്രത്തോളം പ്രാധാന്യത്തോടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ. മറ്റൊരു കാര്യം പറഞ്ഞാൽ, അദ്ദേഹം ഞാൻ താമസിച്ചിരുന്ന ചുങ്കത്തറയ്ക്കടുത്തുള്ള പ്രദേശത്ത് ജനിച്ചു വളർന്ന വ്യക്തിയാണ്. മാത്രവുമല്ല, ഞാൻ പഠിച്ച ചുങ്കത്തറ മാർത്തോമ കോളേജിൽ തന്നെയാണ് അദ്ദേഹവും പഠിച്ചത്. ആ നിലകളിലൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്വരാജ്. ഇനി നിലമ്പൂരിലെ പെന്തക്കോസ്തുകാർ എങ്ങനെ വോട്ട് ചെയ്യും, എന്തായിരിക്കും അവരുടെ ചിന്ത എന്നറിയാൻ ഞാനൊരു ശ്രമം നടത്തി. ആ ശ്രമത്തിൽ പെന്തക്കോസ്തുകാരോട് ആദ്യഘട്ടത്തിലൊക്കെ സംസാരിക്കുമ്പോൾ, പലരോടും വിളിച്ചപ്പോൾ ഈ ഇലക്ഷൻ തന്നെ ഒരു ആവശ്യവുമില്ലായിരുന്നു, ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള നിലയിൽ എന്നോട് സംസാരിച്ച ചിലരുണ്ട്. എന്നാൽ ഈ അവസാന ദിവസങ്ങളിലേക്ക് വിളിക്കുമ്പോൾ അതിശക്തമായ പ്രചരണം, സകല MP-മാരും സകല MLA-മാരും മന്ത്രിമാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും നിലമ്പൂരിൻ്റെ ഊടുവഴികളിലൂടെയെല്ലാം യാത്ര ചെയ്ത് വീടുകൾ തോറും കയറിയിറങ്ങി
ഹോളുകൾ തോറും കയറി ഇറങ്ങി എല്ലാ ആരാധനകളിലും പങ്കെടുത്ത് എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുത്ത് ജനങ്ങളെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിൽഫ്രഡ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനുണ്ട്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, വിൽഫ്രഡ് അങ്കമാലി, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇതുപോലൊരു ബൈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാകുന്ന വ്യക്തി ഭാഗ്യം ചെയ്തയാളാണ്. അദ്ദേഹം നിന്നുകൊടുത്താൽ മതി, പാർട്ടിയും അതിൻ്റെ സംവിധാനങ്ങളും എല്ലാം അവിടേക്ക് ഓടിയെത്തിക്കൊള്ളും. അത് പൊതു ഇലക്ഷനെക്കാട്ടിലും ബൈ ഇലക്ഷനുകളിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ നേതാക്കന്മാർ മുഴുവൻ നിലമ്പൂർ കേരളത്തിൻ്റെ തലസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയായിരുന്നു. എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു ആവേശം സൃഷ്ടിക്കുവാൻ ഈ പ്രചരണങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്ന നിലവാരത്തിലുള്ള വോട്ടിംഗ് അവിടെ നടന്നേക്കാൻ, പോളിംഗ് നടന്നേക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇലക്ഷൻ ഫലത്തെ ഇത് പ്രകാരം ബാധിക്കുമെന്നുള്ളത് പിന്നീട് അറിയുവാൻ സാധിക്കുകയുള്ളൂ. എന്തായിരുന്നാലും ഉയർന്ന തോതിലുള്ള പോളിംഗ് നടന്നേക്കാം. മഴ ശക്തമായി പെയ്തില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. എങ്കിലും അവിടുത്തെ പെന്തക്കോസ്തുകാരുടെ മനോഭാവം ആർക്കനുകൂലമാകണം എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അവരും കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നവരാണ്, അനലൈസ് ചെയ്യാൻ കഴിവുള്ളവരാണ്, അവർക്കിതെല്ലാം മനസ്സിലാകുന്നുണ്ട്. എല്ലാ പാർട്ടികളും അവിടെ ചെന്നിട്ടുണ്ട്. അനാവശ്യമായ ഒരു ഇലക്ഷൻ, ആ ഇലക്ഷനിൽ ഏത് നിലപാടെടുത്താലും എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ അറിവുണ്ട്. എങ്കിലും എനിക്ക് അവരോട് പറയുവാനുള്ളത് പ്രാർത്ഥനാപൂർവം വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ അവകാശമാണ് നമ്മെ ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കുവാനുള്ള. ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ അവകാശം നഷ്ടമാക്കാതെ അത് ഭംഗിയായി വിനിയോഗിക്കുന്നത് ഒരു ബുദ്ധിമാനായ വോട്ടറുടെ ചുമതലയാണ്. നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കുക, ആലോചിച്ച് ആർ നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്പെടും, ആരെ തിരഞ്ഞെടുത്താൽ നമ്മുടെ സമൂഹത്തിന് നന്മയാകും, നാടിന് നന്മയാകുമെന്ന് ചിന്തിച്ച് ആലോചിച്ച് പ്രാർത്ഥിച്ച് ഒരു തീരുമാനത്തിലെത്തുക. ദൈവം നിങ്ങളെ അതിന് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ യാത്രയ്ക്കിടയിൽ കുറിപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു.